ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് ഞങ്ങൾ തിരുവനന്തപുരത്ത് നിന്ന് വിട്ട് വൈകുന്നേരം ആയപ്പോഴത്തേക്കും കന്യാകുമാരി എത്തി. അപ്പോൾ അങ്ങനെ ഞങ്ങൾ സൂര്യാസ്തമയം കാണാൻ വേണ്ടി പോകണേട്ട. അപ്പോൾ കറക്റ്റ് ടൈമിങ്ങിൽ അവിടെ എത്തി. അങ്ങനെ സൂര്യാസ്തമയം കാണാൻ വേണ്ടിയിട്ട് പോണ വഴിക്ക് ഇവിടെ ഇങ്ങനെ കുറേ കച്ചവടക്കാരുണ്ട്. ശംഖ് കൊണ്ടുള്ള ഒറിജിനൽ ശംഖ് കൊണ്ടുള്ള കുറേ ഐറ്റംസ്. പണ്ടത്തൊക്കെ നല്ല ഒറിജിനൽ ശംഖാണ് കേട്ടോ. ശംഖ് കൊണ്ട് കുറേ പല വെറൈറ്റി ഐറ്റംസൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് സൂര്യാസ്തമയം കാണാൻ പോകുന്ന ആൾക്കാരുടെ തിരക്കാണ് ഈ കാണുന്നത്. നല്ല തിരക്കുണ്ട് കേട്ടോ സൂര്യാസ്തമയം കാണാൻ പോകാനായിട്ട്. ഇതിലേ പോയി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് കന്യാകുമാരി ടെമ്പിളിൻ്റെ ആ ഒരു റോഡ് തന്നെയാണ് കേട്ടോ ഇത്. അപ്പോൾ ഇത് അമ്പലത്തിൻ്റെ ചുറ്റുമതിലാണ്. നല്ല ഹൈറ്റിലാണ് കേട്ടോ ഈ അമ്പലത്തിൻ്റെ മതിൽ. ഇവിടെ നിന്ന് നേരെ പോകുമ്പോഴത്തേക്ക് നമുക്ക് ബീച്ചിൻ്റെ അവിടെ എത്താം. അപ്പോൾ അവിടെയാണ് സൂര്യാസ്തമയം. അപ്പോൾ ഞങ്ങളിത് അമ്പലത്തിൻ്റെ ഫ്രണ്ടിലെത്തി നല്ല തിരക്കാണ്. പിന്നെ ഇതിൻ്റെ ഈ വഴി കയറുമ്പോൾ തന്നെ രണ്ട് സൈഡിലും കുറേ കച്ചവടക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ സാധനങ്ങൾ വാങ്ങിക്കാൻ കടയിൽ കയറുന്നവരുടെയും പിന്നെ ഈ സൂര്യാസ്തമയം കാണാൻ പോകുന്നവരുടെയൊക്കെ ആയിട്ട് നല്ല തിരക്ക് തന്നെ ഉണ്ട് കേട്ടോ. ഇന്നെന്നല്ല, ഇവിടെ മിക്ക ദിവസങ്ങളിലും തിരക്ക് തന്നെ ആയിരിക്കും. അപ്പോൾ ഇതാണ് അമ്പലത്തിൽ ഞങ്ങൾ നാളെ രാവിലെ ഉണ്ട് കയറണത്. പിന്നെ ഇവിടെ സൈഡിലായിട്ട് കുറേ കച്ചവടക്കാരുണ്ട്. അപ്പോൾ ഈ കാണുന്നതും അമ്പലത്തിൻ്റെ ആ ഒരു മതിൽ തന്നെയാണ് കേട്ടോ. ഭയങ്കര നല്ല വലിയ ഹൈറ്റുള്ള മതിലാണ് കേട്ടോ. അങ്ങനെ ഞങ്ങളിവിടെ എത്തിയേട്ടോ. അപ്പോൾ നേരെ നോക്കുമ്പോൾ വിവേകാനന്ദ പാറ കാണാം. പിന്നെ അവിടെ പുതിയ ഗ്ലാസ് ബ്രിഡ്ജൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അവിടേക്ക് ബോട്ടിങ്ങൊക്കെ ഉണ്ട്. അപ്പുറത്തെ സൈഡിൽ നിന്ന് ബോട്ടിങ് ഉണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ വന്ന് നിന്ന് സ്ഥലം മാറിപ്പോയിട്ടാ. സൂര്യാസ്തമയമല്ലേ നമുക്ക് കാണേണ്ടത്. അപ്പോൾ സൂര്യാസ്തമയം കാണാണ്ട് ഓപ്പോസിറ്റ് സൈഡിലേ നിൽക്കേണ്ടത്. ഞങ്ങൾ ഉദയം കണ്ട സ്ഥലത്തായി വന്നിരുന്നതാണ്. അപ്പോൾ ഇനി നമുക്ക് അസ്തമയം കാണുന്ന ഭാഗത്തേക്ക് പോകണം കേട്ടോ. അപ്പോൾ ടൈം ആവുന്നേ ഉള്ളൂ. അതിന് മുമ്പ് ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടാണ്. അപ്പോൾ ഇതാണ് വിവേകാനന്ദ പാറ, പുതിയ ഗ്ലാസ് ബ്രിഡ്ജൊക്കെ വന്നിട്ടുള്ളത്. ഇതിന് ഇവിടേക്ക് പോണതിൻ്റെ ബോട്ട് ഒക്കെ ഇവിടെയാണ് കേട്ടോ. ബോട്ടൊക്കെ എടുക്കുന്ന വരുന്നത് ഇവിടെ നിന്നാണ് അപ്പുറത്തേക്ക് പോകുന്നത്. അപ്പം ഞങ്ങൾ ഇന്ന് അപ്പുറത്തേക്ക് പോകുന്നില്ല കേട്ടോ. ഞങ്ങൾ പോകുന്നത് നാളെയാണ് കേട്ടോ. നാളെ രാവിലെ ഉദയം കണ്ട് അമ്പലത്തിലൊക്കെ കയറി നേരെ അപ്പുറത്തെ വിവേകാനന്ദ പാറയിലേക്ക് പോകട്ടോ. അപ്പോൾ അസ്തമയം കാണാനായിട്ട് വന്ന ആൾക്കാരുടെ തിരക്ക് കൂടി തുടങ്ങി കേട്ടോ. അപ്പോൾ ഇത് സുനാമി വന്നതിന് ശേഷം അതിൻ്റെ സ്മാരകമായിട്ടുള്ള ഒരു പാർക്കാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ കറങ്ങിയത് അസ്തമയം കാണുന്ന ഭാഗത്തേക്ക് വന്നിട്ടാ. അപ്പോൾ അസ്തമയം ഏകദേശം തുടങ്ങിയിട്ടുണ്ട്. നല്ല തിരക്കുണ്ട് കേട്ടോ. ആൾക്കാർ നല്ല കട്ട കൂടി ജനങ്ങളുണ്ട് കേട്ടോ അസ്തമയം കാണാനായിട്ട്. അപ്പോൾ ഇത് മഹാത്മാഗാന്ധിയുടെ ഓർമ്മയ്ക്കായിട്ടുള്ള ഗാന്ധി മെമ്മോറിയൽ ബിൽഡിംഗ് ആണ്. ഇവിടെ ഗാന്ധിയുടെ പ്രതിമയൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ അതിനോട് ചേർന്ന് പാർക്കുകളൊക്കെ ഉണ്ട്. അങ്ങനെ അസ്തമയൊക്കെ കണ്ടുകൊണ്ട് ഞങ്ങൾ മസാല പൊടി കഴിച്ചിട്ടാണ്. മീനൂസിനെ കുറച്ച് നേരം ഊഞ്ഞാലിലൊക്കെ കാട്ടി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി ബാക്കി വിശേഷങ്ങളായിട്ട് നമുക്ക് നാളെ രാവിലെ കാണാം. ഓക്കെ.